ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ശാന്തകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, നമസ്കാരം. നമസ്കാരം. രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർദ്ധിച്ചേക്കുമെന്ന ഒരു ചർച്ചകളാണ് നടക്കുന്നത് അല്ലേ? പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 5 രൂപ വരെ വർധനയുണ്ടാകുമെന്നാണ് പുതിയ സൂചനകളിൽ പറയുന്നത്. പക്ഷേ വിപണിയിലെ പ്രതിസന്ധി അതൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വില വർദ്ധിപ്പിക്കാൻ പൊതുമേഖല എണ്ണ കമ്പനികൾ ഒരുങ്ങുന്നു എന്ന് പറയുന്നു. എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഈ ഒരു മാറ്റം? മാത്രമല്ല, ഇത്തരത്തിലൊരു മാറ്റം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാലോ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ 60 രൂപ 65 രൂപ ഒരു ബാരലിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 100-110 രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. അത് വീണ്ടും ഉയർന്ന് 126 150 വരെ പോകും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കൊടുത്ത് വാങ്ങുന്നു. അത് കഴിഞ്ഞ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഓയിൽ കമ്പനീസ് ഇപ്പൊ ഒരു 94 വില 110 രൂപയാണെങ്കിൽ 90-94 രൂപയുടെ ഇടയിലുള്ള ഒരു പെർ ബാരൽ കോസ്റ്റ് മാത്രമാണ് ഇപ്പൊ കൺസ്യൂമേഴ്സിനായിട്ട് പാസ് ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പൊ വില കൂടാതെ നിർത്തുമ്പോൾ ഈ ഓയിൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ $94 മുതൽ $120-110 വരെയുള്ള $16-17 പെർ ബാരൽ അവർക്ക് നഷ്ടം വരികയാണ്. പ്ലസ് അവരുടെ പ്രോസസിങ് ചാർജും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിൽ കമ്പനികൾ ഒരു 30,000 കോടി രൂപ ഓരോ മാസം ഓയിൽ കമ്പനികൾക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇതേവരാതെ അവർ അബ്സോർബ് ചെയ്ത് പോവായിരുന്നു. ഇനിയിപ്പോൾ അത് ജനങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ചിന്ത എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പത്രങ്ങളിൽ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. സർ, ഈ യുദ്ധത്തിന് ശേഷം, അതായത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനി അല്ലെങ്കിൽ കലവറയായ അമേരിക്ക പോലും യുദ്ധത്തിന് ശേഷം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് കണ്ടിരുന്നല്ലോ. ഈ സമയത്ത് ഇന്ത്യ എണ്ണ കമ്പനികൾ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാറ്റം അത് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമാണ് എങ്കിലും എണ്ണ കമ്പനികൾക്ക് അത് ലാഭമോ നഷ്ടമോ? എണ്ണ കമ്പനികൾക്ക് അതാണ് ഞാൻ പറയാം. എണ്ണ കമ്പനികൾക്ക് ഓരോ മാസം 30,000 കോടി രൂപ വീതം നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മറ്റേ പല പൊളിറ്റിക്കലായിട്ടുള്ള റീസൺ കൊണ്ടോ പല റീസൺ കൊണ്ടോ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ടോ ഗവൺമെന്റ് അത് പാസ് ഓൺ ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനമെടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. തുടർന്ന് പോയി കഴിഞ്ഞാൽ ഓയിൽ കമ്പനികൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് പല സ്റ്റേജസ് ആയിട്ട് 5 രൂപ നിങ്ങൾ പറഞ്ഞതുപോലെ സൂചിപ്പിച്ച പോലെ 5 രൂപയോ അല്ലെങ്കിൽ 10 രൂപയായിട്ട് കുറേശ്ശെയായിട്ട് വില കയറ്റി കൊണ്ടുവരാനാണ് സാധ്യത. ഇപ്പോൾ നിലവിൽ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ പെട്രോൾ പമ്പുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കാരണം മൊത്ത വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5000 രൂപയുടെ പെട്രോളും എന്ന പരിധിയാണ് നിശ്ചയിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ ഇത് എത്രത്തോളം നടപ്പിലാകുമെന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. മാത്രമല്ല, അതിൽ എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക? അല്ല, വില കൂട്ടാതെ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ വില കൂട്ടേണ്ടി വരും തീർച്ചയായിട്ടും. പക്ഷേ ഈ ക്വാണ്ടിറ്റി ആയിട്ടുള്ള കൺട്രോൾ കൊണ്ടിരുന്നത് കൊണ്ട് വലിയ എനിക്കറിയില്ല അത് എത്ര എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിങ്ങിന് കൂടുതൽ ചാൻസ് കിട്ടും. അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അതൊരു ശരിയായിട്ടുള്ള നടപടിയാണെന്ന് അറിയില്ല. വില കൂട്ടി കഴിഞ്ഞാൽ വില അബ്സോർബ് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് മേടിക്കാൻ പറ്റുന്നവർ വാങ്ങട്ടെ, അല്ലാത്തവർ യൂസ് കുറച്ചിട്ട് അതനുസരിച്ചിട്ട് മൂവ് ചെയ്യേണ്ടി വരും എന്നാണ്. അതായിരിക്കും നല്ലൊരു അപ്രോച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ ക്രൂഡ് ഓയിൽ വില കൂടുമ്പോഴും ആഭ്യന്തര വിപണിയിൽ വില ഉയർത്താൻ കഴിയാത്തത് ഈ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തന മൂലധനത്തെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണല്ലേ? ഈ വില കൂടുമ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ ഇത് 2-3 ഇമ്പാക്ട് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഈ ഓയിലും ഇതെല്ലാം എല്ലാ ഇൻഡസ്ട്രീസിനും ഡീസൽ എഞ്ചിനും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പവർ ജനറേറ്റ് ചെയ്യാനും മറ്റുള്ളതിനൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ ഇവ എല്ലാ ട്രാൻസ്പോർട്ടേഷനും അപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 70% ട്രാൻസ്പോർട്ടേഷൻ റോഡ് വഴിയാണ് നടക്കുന്നത്. അപ്പൊ റോഡ് വഴി വരുമ്പോൾ വെഹിക്കിൾസ് ഇത് ഉപയോഗിക്കുമ്പോൾ ആ കോസ്റ്റ് കൂടിയും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. കറസ്പോണ്ടിങ് ആയിട്ട് അതനുസരിച്ച് ഇവരുടെ റോ മെറ്റീരിയലിന്റെ എല്ലാത്തിന്റെയും വില കൂടും. പിന്നെ പെട്രോളിയം പ്രൊഡക്ട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനങ്ങളുടെയും റോ മെറ്റീരിയൽസിന്റെയും പാക്കിംഗ് മെറ്റീരിയലിന്റെയും എല്ലാത്തിന്റെയും വില കൂടും. അപ്പൊ ഇതെല്ലാം വില കൂട്ടി വരുമ്പോൾ കമ്പനികൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് വില കൂട്ടേണ്ടി വരും. വില കൂട്ടുമ്പോൾ അവർ വില കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്യൂമേഴ്സ് അത് പാസ് ഓൺ ചെയ്യും. അപ്പൊ ഒരു $10 ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ മറ്റുള്ള സാധനങ്ങളടക്കം, അതായത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ പൾസസ് ഓയിൽ എല്ലാത്തിനും വില കൂടും. അപ്പൊ കോമൺ മാനിന്റെ ഒരു ബഡ്ജറ്റിനെ വളരെയധികം ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് വില കൂട്ടുന്നത്. പക്ഷേ അതിപ്പോ നമുക്കിപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് വില കൂട്ടാതെ നിവർത്തിയില്ലാത്ത സിറ്റുവേഷനിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. തീർച്ചയായും ഒരു സംശയം കൂടെ, ഇപ്പോൾ ഈ സാധാരണക്കാരന്റെ ജീവിത ചെലവൊക്കെ ഉയരുകയും വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് പോം വഴി എന്ന തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഈ സ്വർണ്ണത്തിനൊക്കെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്തുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ അതും എത്തി റെക്കോർഡുകളിലേക്ക് വീണ്ടും കുതിക്കുകയാണ്. അപ്പോൾ ആ 1 ലക്ഷത്തിന് മുകളിൽ പവൻ വില എന്നത് ജനങ്ങളുടെ മനസ്സിൽ അത് ആ ഒരു സ്റ്റേബിളായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെട്രോൾ ഡീസൽ വിലയിലും ഇങ്ങനെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, കൂടുമ്പോൾ കാണാം എന്ന തരത്തിലാണ് അവരും ചിന്തിക്കുന്നത്. അപ്പോൾ
അപ്പോൾ പൊതുജനങ്ങളും കൂടുതൽ ആ ഒരു വിലവർധനവുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. അല്ല, വീട്ടുകാർക്ക് ഇപ്പോൾ മാനസികമായിട്ട് അവർ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ അവർക്കും അറിയാമായിരുന്നു, അതായത് ഈ ഇലക്ഷൻ കാരണമാണ് വില കൂട്ടാത്തത്. നമുക്ക് അവർ പത്രത്തിൽ വായിക്കുന്നതാണ്. ഈ 60 രൂപയെന്ന് 70 രൂപ, 80 രൂപ, 90 രൂപ, 100, 110 ഇനി 126 വരെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹോർമോസ് അവിടെ കൂടി 20% അത് വേൾഡ് ഓയിൽ പാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പാസ് ഓൺ ചെയ്യാത്ത കാരണം ഓയിൽ കമ്പനീസ് പ്രൊഡക്ഷൻ കുറച്ച് ഇങ്ങനെ ഡിമാൻഡ് കൂടുതൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ അവിടുത്തെ ഈ ഹോർമോസ് അവിടുത്തെ ഈ സ്ട്രേറ്റ്സിലെ ഈ നിബന്ധനകൾ മാറ്റി ഫ്രീ ഫ്ലോ വന്നില്ല എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൊഡക്ഷന്റെ കുറച്ചുകൊണ്ട് കൂടും. പിന്നെ അതുകൊണ്ട് പിന്നെ അവിടെ അവർ വളരെയധികം അതുകൂടെ പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് വരുന്നുണ്ട്. ഇൻഷുറൻസ് ഒക്കെ വളരെയധികം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ബോംബെ എന്നൊക്കെ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനീസ് പ്രീമിയം ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഓരോ ഷിപ്പ് പാസ് ചെയ്യുന്നതിനും. അപ്പോൾ ഷിപ്പിന്റെ ഇൻഷുറൻസിന്റെ പൈസ കൂടുന്നു. അപ്പോൾ അത് ഒരു 2 മില്യൺ വരെയൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പെട്രോളിന്റെ ഡീസലിന്റെ വില ബാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്യൂമർക്ക് വില കൂടും. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ശാന്തകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.